ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ സദ്യ റെസിപ്പീസിലെ അടുത്ത ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാബേജ് തോരനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ വലിയൊരു ക്യാബേജിൻ്റെ ഒരു പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തത്. നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ചെയ്യാനായിട്ട്. എനിക്കിവിടെ സമയം കുറവായതുകൊണ്ട് ഞാനിവിടെ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി എടുത്ത് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ആ ക്യാബേജിനും കൂടെ വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ ആ തോരനൊരു ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ ഇതിലോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു സവാളേൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കൈ വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ച ക്യാബേജും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഇപ്പം ഞാനിതാ തുറന്നു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് തന്നെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ തുറന്ന് ഇതിലോട്ട് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ക്യാബേജ് തോരൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു ക്യാബേജ് തോരനാണ് ഇത്. ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്